ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഒരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചക്ക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. അച്ഛനാണ് ചക്ക കട്ട് ചെയ്യുന്നത്. ഇവിടെ വീട്ടിൽ ചക്ക ഒക്കെ മുറിക്കൽ അച്ഛനാണ്. നമ്മളൊക്കെ മാറി നിൽക്കും. കയ്യിൽ വിളഞ്ഞാവണ്ടല്ലോ. ചക്കയുടെ ഒരു പൊട്ടുന്ന പശ പോലത്തെ ഇതില്ലേ, കയ്യിലാണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ പണിയൊക്കെ ഞങ്ങൾ അച്ഛനെ കൊണ്ടാണ് ചെയ്യിക്കാറ്. അച്ഛന് ചക്ക അരിയുന്നതിലൊരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ട് മുറിപ്പിക്കും. അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ കട്ട് ചെയ്ത് അച്ഛൻ ഇങ്ങനെ മുറിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് ഓരോ ചുളകളായിട്ട് എടുക്കുന്ന ഇതൊക്കെ അച്ഛനും അമ്മയും കൂടെയാണ് ചെയ്തത്. അത് ചകിരിപ്പൊളി കൊണ്ട് അതിൻ്റെ മേലുണ്ടാകുന്ന പശ പോലെയുള്ള ഇതില്ലേ, ഞങ്ങളതിന് വിളഞ്ഞി എന്ന് പറയും. അപ്പോൾ അതൊക്കെ തുടച്ച് ചക്കച്ചുള അങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ അമ്മ അതെല്ലാം കൂടെ കുരുവൊക്കെ കളഞ്ഞ് അത് ചെറുതായിട്ട് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ഇതിൽ ഞങ്ങൾ ചക്കക്കുരും തൊലി കളഞ്ഞിട്ട് അതിൽ ചേർക്കാറുണ്ട്. അതൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് ചക്ക കൂട്ടാൻ്റെ കൂടെ ചക്കക്കുരും. പണ്ട് കാലത്തൊക്കെ അതിൻ്റെ ചക്ക ചവിണി എന്നൊക്കെ പറയില്ലേ, ചവിണിയല്ല, കലാഭമണി പാട്ടിലൊക്കെ പറയില്ലേ, തൊണ്ടയിൽ കുടുങ്ങിയ ചക്കക്കുരു തിന്നിട്ട് ആ സാധനമല്ലേ. ഞങ്ങളൊക്കെ പണ്ടൊക്കെ അപ്പാടെ ഇടുക ചെയ്യൽ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ചക്കേൻ്റെ തോല് അമ്മ അതേപോലെ കളയും, എന്നിട്ട് മുറിച്ചിട്ടാണ് ഇടല്. തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ചക്ക ഒക്കെ മുറിച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമുക്കത് കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ ഇങ്ങനെ കുറച്ചിടുന്നുണ്ട്. എല്ലാവരും ചക്കക്കുരു ഒക്കെ വയ്ക്കുമ്പോൾ ചക്കക്കുരു ആണ് കൂടുതലായിട്ട് തരികയാറ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നാടൻ രീതിയിലുള്ള നമ്മളെ ഭക്ഷണങ്ങളൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ. എല്ലാ പ്രാവശ്യം കിട്ടുമല്ല, വർഷത്തിൽ കുറച്ച് പ്രാവശ്യം കിട്ടും. അപ്പോൾ ഈ ടൈമിലൊക്കെ പച്ചച്ചക്ക ഞങ്ങളുടെ വീട്ടിൽ തോനെ കിട്ടാറുണ്ട്. പച്ചയായിട്ടായാലും പഴുത്തായിട്ടായാലും. എന്നിട്ട് അമ്മ കുറേ തുടക്കത്തിലൊക്കെ കറി വയ്ക്കലും ഉപ്പേരി വയ്ക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് അമ്മ കുറേ വറുത്ത് വയ്ക്കും, ഉണക്കി വയ്ക്കും, ഉപ്പിട്ട് ഉണക്കി വയ്ക്കും, മുളകിട്ട് ഉണക്കി വയ്ക്കും. അങ്ങനെ ഉണക്കി വെച്ചത് വീട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിന് ശേഷം അമ്മ എല്ലാം എടുത്തിട്ട് നമ്മൾ വീഡിയോയിലേക്ക് തന്നെ വരാം. കുക്കറിലിട്ട് അത് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ മേലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുക്കറിലിട്ട് വെക്കും. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് ഫസ്റ്റ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഞങ്ങളിവിടെ ചിരട്ടക്കൈയിലൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കൽ. അച്ഛനവിടെ ചിരട്ടക്കൈയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ഞങ്ങൾ ആശാരിമാരായതുകൊണ്ട് ചിരട്ടക്കൈയിലൊന്നും അവിടെ പഞ്ഞില്ല. അപ്പം അങ്ങനെ ഗ്യാസിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല മഴയായിരുന്നു അന്ന് രാവിലെ മുതൽ. മൊത്തത്തിൽ നാട്ടിൽ മൊത്തം മഴയാണ്. പിന്നെ അതിലേക്കുള്ള അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ ചെറിയ ജീരകമാണെന്ന് തോന്നുന്നു നമ്മൾ എടുത്തിട്ടത്. ചെറിയ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ചക്കയിലേക്കുള്ള അരപ്പ്. തേങ്ങ അരച്ചാണല്ലോ നമ്മളിപ്പോൾ ചക്ക വയ്ക്കുന്നത്, അതുകൊണ്ട് ചക്കയില. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് ഇടാം. പച്ചമുളകും ചേർത്ത് കുക്കറിൽ വെച്ച് അത് ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാം. തേങ്ങ അരച്ച് മിക്സാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആ തേങ്ങയുടെ ഒരു പച്ച ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് വേവിച്ച്. അവിടെ കരണ്ടൊന്ന് പോയി, കുറച്ച് വെളിച്ചം കുറഞ്ഞു. ഇപ്പോൾ എമർജൻസി ആയിട്ട് വെക്കേണ്ടി വരും. അങ്ങനെ ഇതിലേക്ക് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുളിയും മുളക് ചുട്ടതും ചെറുള്ളിയൊക്കെ ചേർത്തിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട് ചക്കയിലേക്ക്. അതിൻ്റെ കൂടെ ഉണക്കലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ഒരു കൂട്ടാണ്, ചക്കയും ഉണക്കലും ചമ്മന്തിയും.
ഞങ്ങളങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ നമുക്ക് ചക്കയിലേക്കൊന്ന് വറവിടണം. അപ്പോൾ അമ്മ അവിടെ ഏതോ അമ്പലത്തിലേക്ക് പുഴുക്ക് കഴിക്കാൻ പോകുമല്ലോ നമ്മൾ പരിപാടി ഉണ്ടാകുമ്പോൾ. അപ്പോൾ അവിടെ ചക്കയിൽ തേങ്ങ വറുത്തിട്ടതായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് തേങ്ങയും കൂടെ വറുത്തിട്ട് ചക്കേൻ്റെ കൂടെ ഇട്ടാലോ എന്ന് ഒരു ഐഡിയ വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വറുത്ത് അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു റെഡിഷ് കളറാകുന്ന വരെ ഒന്ന് വേവിച്ച്, നോർമൽ നമ്മൾ തേങ്ങ വറക്കൂലേ അതുപോലെ വറുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ച ചക്കയും തേങ്ങ കരച്ച് കൂട്ടിയതിലേക്ക് നമ്മൾ വറവിടുന്നില്ലേ, കടുക് പൊട്ടിക്കുക. കടുകയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഈ തേങ്ങേൻ്റെ നമ്മൾ വെളിച്ചെണ്ണയിൽ തേങ്ങ വീണ്ടും വറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്, ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അമ്മ അമ്പലത്തിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി. പക്ഷേ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് തേങ്ങയിൽ നിന്നും നമ്മളെ പച്ചത്തേങ്ങയിൽ നിന്ന് വേകുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് പാത്രത്തിലേക്കാക്കി. എന്ത് ഉണ്ടാക്കിയാലും നമ്മളൊന്ന് സെർവ് ചെയ്യണമല്ലോ, നമ്മൾ വിളമ്പിയിട്ട് കാണിക്കണമല്ലോ. അതുകൊണ്ട് മാന്ത ആണ് കിട്ടിയിട്ട്, മാന്തൽ എന്ന് ഞങ്ങൾ പറയാം, ഉണക്ക മാന്തൽ. പിന്നെ ഇങ്ങനെ സൈഡിൽ വെച്ചത് അച്ചാർ. ചായയിലേക്ക് 10 മണിക്ക് ചായയിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല മഴക്കാലത്തേക്ക് തിന്നാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചക്കയും പിന്നെ ഉണക്കമീനും മുളക് ചുട്ടരച്ച ചെറുള്ളിയൊക്കെ ചേർത്തുള്ള ചമ്മന്തിയും. ഞങ്ങളങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.